യെസ്, അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരുകയും അങ്ങനെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം കൈമാറാനും സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 12 ലക്ഷം രൂപ, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ, അങ്ങനെ 14 ലക്ഷം രൂപ ആണ് ഈ തരത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് നൽകുക. പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയും നൽകും. കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് 2 ലക്ഷം രൂപയുടെ സഹായമാണ്. ഒപ്പം 50,000 രൂപ പരിക്കേറ്റവർക്കും പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം രക്ഷാപ്രവർത്തനം എന്ന നിലയിൽ അല്ലെങ്കിൽ മൃതദേഹങ്ങൾ കൂടുതലായി ഉണ്ടോ, അപകടത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഇത് സംബന്ധിച്ച പരിശോധനകൾ ആണ് ഇപ്പോഴും വ്യാപകമായി തുടരുകയും ചെയ്യുന്നത്. മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നതിനുള്ള നടപടിക്രമങ്ങളും വേഗത്തിലാക്കും എന്നാണ് മന്ത്രിമാർ ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. മന്ത്രി റവന്യൂ മന്ത്രി ശ്രീ രാജനും അതോടൊപ്പം തന്നെ വി.എൻ. വാസവനും ആണ്, ദേവസ്വം മന്ത്രി വി.എൻ. വാസവനും ആണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ തന്നെ നിശ്ചിത തുക ഈ അടിയന്തര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സർക്കാർ മാറ്റിവെച്ചിരുന്നു. അതിനു പുറമെ ആണ് ഇത്തരത്തിലുള്ള ധനസഹായം എന്നും പറയുന്നു. ഇപ്പോൾ നമുക്ക് അപകടത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3:20 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. പിന്നീട് മണിക്കൂറുകളോളം തന്നെ തീ അണയ്ക്കാൻ പറ്റാത്ത സാഹചര്യവും ഒപ്പം ഈ പ്രദേശത്തേക്ക് ആളുകൾക്ക് എത്താൻ പറ്റാത്ത സാഹചര്യവും ആണ് ഉണ്ടായിരുന്നത് എന്നതാണ്. ഒപ്പം ഇതൊരു ചെറു തുരുത്തു പോലെയാണ് എന്ന് പറയുമ്പോൾ തന്നെ അല്പസമയം മുമ്പ് മാധ്യമപ്രവർത്തകരോട് വിശദീകരിച്ചതുപോലെ ഈ സമീപ പ്രദേശത്ത് ഉള്ള ആളുകളുടെ ഭൂമിയിലൂടെ അടക്കം പ്രത്യേക വഴി വെട്ടിക്കൊണ്ടാണ് ആളുകളുടെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങൾക്ക് അടക്കം അവിടേക്ക് എത്തിക്കാനുമൊക്കെ സാധിച്ചത് എന്നതാണ് നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്നത്. ഇപ്പോൾ CV അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള ധനസഹായം ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇപ്പോഴും പരിശോധന തുടരുക തന്നെയാണ് എന്നതാണ്. അതായത് ആരെങ്കിലുമൊക്കെ അപകടത്തിൽ പെട്ടുപോയിട്ടുണ്ടാകുമോ എന്നതിൽ കൂടുതൽ സംശയങ്ങൾ ഉണ്ട്. ആരെങ്കിലും ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടിയവർ ഉണ്ട് എങ്കിൽ അവരും വിവരങ്ങൾ പങ്കുവെക്കണമെന്ന കാര്യം സർക്കാർ സംവിധാനങ്ങൾ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അനുമതി, നമുക്ക് അവിടെ ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് അപകടം ഉണ്ടായത്. അതിനുശേഷം നമുക്ക് അറിയാം പെട്ടെന്ന് തന്നെ സന്ധ്യയാകുന്നു. അങ്ങനെ ഒരു